യേശു കർത്താവ് ശിഷ്യന്മാരോട് നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. യേശു കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ജനത്തെ എല്ലാവരെയും പന്തി പന്തിയായി ഇരുത്തുവിൻ എന്ന് കൽപ്പിച്ചു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, മുൻപോട്ട് ചുവടുകൾ വയ്ക്കുക. ഒരു പക്ഷേ ഇന്ന് പകൽ നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിയിട്ടുണ്ടാകാം. നിങ്ങൾ വല്ലാതെ ആകുല ചിന്തകളിൽ ഭാരപ്പെട്ടിട്ടുണ്ടാകാം. എങ്കിലും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയും, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച്, വചനത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് ചുവടുകൾ വയ്ക്കുക. യേശുവിനെ കാണാൻ ആയിരങ്ങൾ തടിച്ചുകൂടുകയാണ്. യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ നിത്യ ജീവമൊഴികളായതുകൊണ്ട് യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ ആളുകൾ തടിച്ചുകൂടി. അന്ന് നേരം വൈകിയ ആ സന്ധ്യയ്ക്ക് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ജനമേറെയാണ്, നേരം വൈകിയിരിക്കുന്നു, അവർക്ക് ഭക്ഷിക്കുവാൻ ആഹാരം കൊടുക്കണം, അല്ലെങ്കിൽ അവരെ തൊട്ടടുത്തുള്ള കുടിലുകളിലേക്കോ ഊരുകളിലേക്കോ പറഞ്ഞയക്കണം. യേശു കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവേ. അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ 200 വെള്ളിക്കാശുണ്ട്, അതുകൊണ്ട് എന്താകാനാണ്. യേശു പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു, 5 അപ്പവും 2 മീനുമുണ്ട്. പ്രിയപ്പെട്ടവരെ, 5000-ഓളം പുരുഷന്മാർ തന്നെ അവിടെയുണ്ട്. 5 അപ്പവും 2 മീനും കൊണ്ട് എങ്ങനെ അവർക്ക് ആഹാരം കൊടുക്കും? നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റുന്ന സമയമാണ്. നമുക്കൊരിക്കലും മുൻപോട്ട് പോകാൻ കഴിയാത്ത, സ്റ്റക്കായി നിൽക്കുന്ന ഒരു സാഹചര്യമാണത്. അങ്ങനെ ഇന്ന് പകൽ ആരെങ്കിലും മുൻപോട്ട് ചുവട് വയ്ക്കാൻ കഴിയാതെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വാസത്താൽ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചുവടുകൾ വയ്ക്കണം. നമുക്കറിയാം, യേശു കടലിൽ കൂടി നടന്നു വരുന്നത് കണ്ട് ശിഷ്യരിൽ ഒരുവനായ പത്രോസ് യേശുവിനോട് ചോദിച്ചു, നീ ആകുന്നുവെങ്കിൽ ഞാനും കൂടെ വരട്ടെ. എങ്ങോട്ടാണ് കാല് വയ്ക്കാൻ പോകുന്നത്? കടലിലേക്കാണ്. കടലിലേക്ക് കാല് വെച്ചാൽ എന്താകും? കടലിൻ്റെ ആഴം എത്രയാണ്? ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ചുവടാണ്. എന്നൊന്നും ചിന്തിക്കാതെ, കണക്കുകൾ കൂട്ടാതെ, ആകുല ചിന്തയിൽ ഭാരപ്പെടാതെ പത്രോസ് യേശുവിനെ നോക്കി ചുവട് വെച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇന്നു പകൽ നിങ്ങൾ ചുവട് വെച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതുവഴികളെ തുറക്കും. 5 അപ്പവും 2 മീനും മാത്രമേ അവരുടെ കയ്യിലുള്ളൂ എന്ന് അവർ അറിഞ്ഞപ്പോൾ അവർ സ്റ്റക്കായി. എന്നാൽ യേശു അത് കേട്ടിട്ടും അല്പം പോലും ഭാരപ്പെടാതെ യേശു അവരോട് പറഞ്ഞു, അവരെ പന്തി പന്തിയായി ഇരുത്തുവിൻ. യേശുവിനറിയാം അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇന്നലകളിൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം ഈ ഭൂമിയിൽ എന്താണ് ചെയ്തിട്ടുള്ളത് അവനറിയാം. വാക്കിന് ശക്തിയുണ്ട്, കൽപ്പനയ്ക്ക് ശക്തിയുണ്ട്. മുൻപോട്ട് തന്നെ യേശു ചുവടുകൾ വയ്ക്കുകയാണ്. അവിടെ കടന്നു വന്നവർ തൃപ്തിയോടെ ആഹാരം കഴിച്ചു. ശേഷിച്ച
12 കൊട്ട നിറച്ചെടുത്തു. ഇതാണ് ദൈവപ്രവൃത്തി. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറമായ ദൈവപ്രവൃത്തി ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു. വിശ്വാസത്താൽ ചുവടുകൾ വയ്ക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.